ഇനി ഡയറിക്കകത്ത് വന്ന അടുത്ത കാര്യം ഇതാണ്. വേറൊരു കാര്യം, ജെ ഗിവ്സ് മീ ദ ബെസ്റ്റ് ഷെക്ഷ് ഡാഷ്ഡ് ലൈക്കിംഗ് മീ പ്രൗഡ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്മിന, സക്കീർ, ലല്ലു, സഫ, മെഹനാസ് ഇവരൊക്കെ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രശ്നത്തിലേക്ക് പുതിയ ഒരാളും കൂടെ വന്നിരിക്കുകയാണ്, അതായത് ലൈഫ് ഓഫ് അനന്തു. പുള്ളി എന്തിനാണ് ഇവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്യാവശ്യം വിവരമുള്ള ഒരാളാണ് ലൈഫ് ഓഫ് അനന്തു. ഞാൻ ആ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈവ്, ഒരു സ്റ്റോറി, മൂന്ന് സ്റ്റോറി, ഒരു റീൽ. മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരിക്കുള്ളൂ. കാര്യം അത്രയും മാനിപ്പുലേഷൻ ആണ് വീഡിയോ കാട്ടിക്കൊടുക്കണം. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു മൂന്ന് സ്റ്റോറി, ഒരു ലൈവ്, ഒരു റീൽ. ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരുന്നു ഫസ്മീനിക്ക് നല്ലത്. കാരണം അനന്തു ആ വീഡിയോയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഫസ്മീനയുടെ ചാറ്റാണെന്ന്. അവൻ പറയാത്തൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേനും അത് മറ്റുള്ളവർക്ക് സംശയം തോന്നും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ട് അത് ഫസ്മീനയുടെ തന്നെ ചാറ്റാണോ എന്ന്. ആ ചാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അവനും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആ വീഡിയോയ്ക്കകത്ത് അവൻ നല്ല രീതിക്ക് നിങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. നിങ്ങൾ അവനെ വിളിച്ചിട്ടുള്ള തെറി അവൻ തെറി പോലും വിളിക്കാതെ നിങ്ങളുടെ നേർക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. അതായത് അവൻ പറഞ്ഞത് ആ തെറിയൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, വീട്ടിൽ എന്തെങ്കിലും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാത്രം വിളിച്ചാൽ മതി. അങ്ങനെ കുറെ ഡയലോഗ് അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് തിരിച്ച്. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുവാണെന്ന്. പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് അത് വെച്ചിട്ട് ആദ്യം കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ ഡയറിയിലൊക്കെ അതുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത വീഡിയോ ഒക്കെ കൂടുതലും ലല്ലുവിനെ കുറിച്ചായിരുന്നു. ലല്ലുവിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു. അവൻ കാട്ടുകോഴിയാണെന്ന് വരെയും പറഞ്ഞു. മാത്രമല്ല നിങ്ങളുടെ നേർക്ക് അവൻ ആരോപണം വെച്ചപ്പോഴത്തേനും നിങ്ങൾക്കൊന്നും മിണ്ടാനില്ല. ഞാൻ ഒരിക്കലും ഫസ്മീനെ കുറ്റം പറയുമല്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യം മാത്രം അറിയത്തുള്ളൂ. ഇപ്പൊ ലല്ലി ചെയ്ത തെറ്റുകളൊക്കെ പറയുമ്പോഴത്തേനും ഇയാളുടെ ഭാഗത്ത് സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് ഇയാൾ ഹൈഡ് ചെയ്യാണ്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിമർശനം വരുന്നത്. ഇപ്പൊ യൂട്യൂബ് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മഹാന്റെ ലൈഫ് സ്റ്റോറി എടുത്തിട്ടാൽ അത് കാണുന്ന ആൾക്കാർ കുറവായിരിക്കും. അതിനു പകരം എന്തെങ്കിലും അവിഹിതമൊക്കെ കൊണ്ടിടുവാണെങ്കിൽ ഒരുപാട് ആളുകൾ കാണും. കാരണം അതാരുടെയും പ്രശ്നമല്ല, നമ്മളടക്കമുള്ള ആൾക്കാർ അത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെയുള്ള കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ വ്യൂസ് പോകുന്നത്. ഇപ്പൊ ആളുകളൊക്കെ പറയുന്നുണ്ട് നല്ല കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വ്യൂസ് കിട്ടുമെന്ന്. ഇപ്പൊ ആർക്കാണ് നല്ല കണ്ടന്റ് ഇട്ടിട്ട് വ്യൂസ് കിട്ടുന്നത്? ഇപ്പൊ ഫാമിലി ബ്ലോഗേഴ്സ് വരെയും എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ വ്യൂസ് നേടുന്നത്. അതായത് ഭർത്താവായിട്ടുള്ള പ്രശ്നമായിരിക്കും, ഡിവോഴ്സ്, അല്ലെങ്കിൽ അവരുടെ മക്കളെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ വീഡിയോ ആയിട്ട് ഇടും. അങ്ങനെയാണ് വ്യൂസ് നേടുന്നത്. ആളുകൾ നല്ല കാര്യങ്ങളൊന്നും കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെ മോശമായിട്ടുള്ള ചാറ്റ് വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേനും എല്ലാവരും എടുത്ത് കാണുന്നു. അതായത് പേഴ്സണൽ ലൈഫ് പുറത്തേക്ക് ഇടാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ പൈസയ്ക്കും റീച്ചിനും വേണ്ടിയിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഫസ്മിന ഒരു വീഡിയോ പറഞ്ഞത് ഞാൻ മദ്യപിക്കില്ലെന്നാണ്. എന്നാൽ ആ വീഡിയോ ഇട്ട ദിവസം ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മദ്യപിച്ചെന്ന്. കട്ട് ചെയ്ത് മാറ്റി. ആ റീലിനകത്ത് എഴുതിയേക്കുന്നതാണ് ഫെബ്രുവരി 2026 ജവാൻ അതിന്റെ ജോയിന്റ് അടിച്ചു. അപ്പം ലല്ലു ആ പറഞ്ഞത് ശരിയായിട്ട് വന്നില്ലേ? നീ ജോയിന്റ് അടിക്കുമെന്ന് അവൻ പറഞ്ഞു. അവൻ പല ഇന്റർവ്യൂവിലും വന്നിട്ട് അതിന്റെ വോയിസും കാണിച്ചു. ഇപ്പൊ നീ തന്നെ നിന്റെ ഡയറിക്കകത്ത് എഴുതി വെച്ചേക്കുന്നു ജവാൻ അതിന്റെ ജോയിന്റ് അടിച്ചു. ഈ ജോയിന്റ് എന്ന് വെച്ചാൽ കഞ്ചാവല്ലേ? അപ്പം നീ കഞ്ചാവാണെന്ന് നീ തന്നെ തെളിയിച്ചു. ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്നത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ഫസ്മിന ഉറപ്പായിട്ടും ഇതിനൊരു മറുപടി നൽകേണ്ടതാണ്. നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിന നൽകുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള തന്റെ ഇടം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ചെയ്ത കാര്യം ചെയ്തില്ലെന്ന് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യുവാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കള്ളത്തരമൊക്കെ പടച്ചു വിടുവാണെങ്കിൽ ആരാണെങ്കിലും വിമർശിക്കും. ഇനിയിപ്പോ വന്ന് പറഞ്ഞേക്കാം ലല്ലു ആയിട്ട് പിണങ്ങിയ ആ സങ്കടത്തിലാണ് ഞാൻ മദ്യപാനം തുടങ്ങിയെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ സങ്കടം തോന്നണമെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ജെനുവിനാലിറ്റി വേണം. ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ടാൽ അറിയാം ഒരു ജെനുവിനാലിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് പോലും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ലല്ലു പോയതിൽ സങ്കടം ഉണ്ടാവുന്നേ? ഇതാണ് വേറൊരു കാര്യം. ജെ ഗിവ്സ് മീ ദ ബെസ്റ്റ് ഷെക്ഷ് എഴുതി വെച്ചേക്കാണ്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ജെ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ആണ്. ആരാണ് ജെ നമുക്കറിയില്ല. പക്ഷെ വേറൊരു പേജ് ഞാൻ നോക്കിയ സമയത്ത് ആ പേജിനകത്ത് ജലൻ എന്ന് പറയുന്ന ഒരു വാക്ക് 2-3 സ്ഥലങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു. ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 2026. ഇതിനകത്തുള്ളതാണ്. കഴിഞ്ഞില്ല, വേറൊരെണ്ണം ഉണ്ട്, ഒരു പേജും കൂടെ. ഏറ്റാൻ ഐപിഎല്ലിൽ ചോദിച്ചു. ഐപിഎൽ എന്തിനാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് 2026 മാർച്ചിൽ. എന്റെ ഹസ്ബൻഡ് എങ്ങനെ ആവാണ്ടിരിക്കും പോലെ ഡിവോഴ്സ് ആവാത്ത ഒരു പക്ഷം നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഇത് അറിയണം പ്രേക്ഷകരെ. ഡിവോഴ്സ് ആവാണ്ട് എങ്ങനെയാണ് ഹസ്ബൻഡ് ആവാണ്ടിരിക്കുക? എനിക്ക് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പൊ സ്റ്റിൽ ഫസ്മിന ലല്ലുവിന്റെ ഭാര്യയാണ് ഗൈസ്. അതാണ് ഫസ്മിന ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവന്റെ ഭാര്യയാണ്, അതുകൊണ്ട് അവന്റെ അവിഹിതം പൊക്കാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. ഫസ്മിന വൈഫാണ്. ഹസ്ബൻഡ് ആവാണ്ടിരിക്കുക. എനിക്ക് അയാളെ വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹസ്ബൻഡ് തന്നെയല്ലേ ഇപ്പോഴും. പേരിന് ഹസ്ബൻഡ് എന്നൊരു പേര് ആ മൊണ്ണയ്ക്ക് കിടക്കുന്നില്ലേ? എക്സാക്ട്ലി. ഹസ്ബൻഡ് തന്നെയാണ്. ഡിവോഴ്സ് തന്നിട്ടില്ലല്ലോ. കാര്യം ഫസ്മിന ലല്ലുവിന്റെ വൈഫാണ് സ്റ്റിൽ. ഇത് മാർച്ച് 5 വീഡിയോ ആണ്. നമ്മൾ നേരത്തെ കണ്ട ഡയറിക്കകത്ത സാധനം അതും 2026 മാർച്ചിലാണ്. അതായത് സ്വന്തം ഭർത്താവിന്റെ അവിഹിതം പൊക്കാനായിട്ട് നടക്കുന്ന നിങ്ങള് അതേ ദിവസം മറ്റൊരാളുമായിട്ട്, അതായത് ഇത് നിങ്ങളുടെ ഡയറി ആണെങ്കിൽ ഈ ഡയറി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ മുമ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ജെനുവിനാലിറ്റി ഇല്ല. പുള്ളിക്കാരി പ്രഗ്നന്റ് ആയപ്പോഴത്തേനും അവന്റെ അലനാമം പറഞ്ഞു.
സത്യം പറയുവാണെങ്കിൽ ഇവർ ഭാര്യയും ഭർത്താവുമാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം റിലേഷനിലായിട്ട് 4ാമത്തെ ദിവസം പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിട്ട് ചെന്നെന്നാണ്. അതായത് ഫസ്മിനയ്ക്ക് എന്തും ആകാം, പക്ഷെ ഫസ്മിനയുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ പെർഫെക്റ്റ് ആയിരിക്കണം. എന്ത് സ്വഭാവമാടി. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് റിലേഷൻഷിപ്പ് അഥവാ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. Q&A ആണ് ചോദിച്ചതാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയുന്ന മറുപടി കേട്ടോ. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇസ് വെരി മച്ച് സിംഗിൾ എന്ന് ഞാൻ പറയും. ആൻഡ് നെക്സ്റ്റ് റിലേഷൻഷിപ്പ്, നമുക്ക് ഒരു അവസ്ഥയിൽ നിന്ന് വന്നിട്ട് നമ്മളൊന്ന് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അടുത്തതിലോട്ട് പോകത്തില്ലല്ലോ. മത്ലബ് മീൻസ് എന്തായാലും പറയാ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കാൻ പോയിട്ട് ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. ആ ഒരു സ്റ്റേജിലാണ് ഞാൻ. അല്ലാണ്ട് ഇനി ലൈഫിലോട്ട് ഒരാളെ എടുത്ത് വെക്കാൻ പറ്റിയൊരു ഇതല്ല, മനസ്സിലായോ? സോ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ. അവിഹിതം ഇല്ല, വേറൊന്നുമില്ല, ഒരു സംഭവമില്ല. ദ പോയിന്റ്. ഫസ്മിന പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലാണ് ഫസ്മിന. പുതിയൊരു റിലേഷനെ പറ്റി ഓർക്കാൻ പോലും ഫസ്മിനയ്ക്ക് പറ്റില്ലെന്നാണ്. കാരണം അത്രയും ജെന്യുവിൻ ആയിട്ടാണ് ഫസ്മിന ലല്ലുവിനെ സ്നേഹിച്ചെന്നാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിൽ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ട് പുറത്തേക്ക് പറയുന്ന രീതിക്കാണ് പറയുന്നത്. പക്ഷെ ഡയറിയിൽ എഴുതിയേക്കുന്ന വേറെ കാര്യങ്ങളൊക്കെയാണ്. ഡയറിയിലൊക്കെ എഴുതിയേക്കുന്ന വേറൊരാളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നാണ്. എന്നിട്ട് വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് പറയുവാണ് എനിക്ക് വേറൊരു റിലേഷൻ ഇല്ല, എനിക്കൊരു റിലേഷനിലേക്ക് പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്ന്. ഞാൻ ചോദിച്ചിട്ട് പിന്നെ പ്രൂഫ് കാണിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ കുറെ ചാറ്റ് പുള്ളിക്കാരത്തെയും വെച്ചിട്ടുണ്ട്, ഇതുപോലെ കുറെ ചാറ്റ് വെച്ചിട്ടുണ്ട്. ആ ചാറ്റിന്റെ ഒന്നും സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ ഇതുപോലത്തെ ചാറ്റ് ആർക്ക് വേണമെന്നുണ്ടാക്കാം, എനിക്ക് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആർക്ക് വേണമെന്നുണ്ടാക്കാം. വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമുക്കറിയില്ല. കേരളം ഇതിന്റെ ഒന്നും സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ ഇതുപോലത്തെ ചാറ്റ് ആർക്ക് വേണമെന്നുണ്ടാക്കാം, എനിക്ക് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആർക്ക് വേണമെന്നുണ്ടാക്കാം. വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമുക്കറിയില്ല. കേരളം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ക്രെഡിബിലിറ്റി നോക്കണ്ട. ഈ ചാറ്റ് ഫേക്ക് ആണ്, ഇതിൽ ഉണ്ടാക്കി വിട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇത് നിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ കുറെ കുറ്റമായി കയറിയിട്ടുണ്ട്. അത് നിന്നുള്ള കുറ്റം തന്നെയാണ്. പിന്നെ എന്നെ തെറി വിളിച്ച് സ്റ്റോറി ഇട്ടവൾ ഇപ്പോഴും തെറി വിളിച്ച് റീൽ ഞാൻ എന്തോ പൂജിക്കണം വെച്ച് ഞാൻ ഒരു റെസ്പെക്ട് ചെയ്യണം. ഈ കാര്യം പറഞ്ഞതാണ് ഇവിടെ ഇത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റീലും. അനന്തു ആ വീഡിയോയിൽ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൻ അതിന്റെ അകത്ത് എടുത്തു പറയുന്നുണ്ട് ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയതായിരിക്കും, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവൻ അറിയത്തില്ലെന്ന് അവൻ പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവനെ പോയി വിമർശിച്ച് തെറി പറഞ്ഞിട്ട് അവൻ പറയാത്ത കാര്യം പറഞ്ഞത് മോശമായി പോയി. അവനോട് പറഞ്ഞതിന്റെ 10 ഇരട്ടി തിരിച്ചു കിട്ടി, അത് വേറെ കാര്യം. മാത്രമല്ല ലല്ലുവും ഫസ്മിനെയും കൂടെ പുറത്തേക്ക് വിട്ട കാര്യങ്ങളാണ് അവൻ റിയാക്ട് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടു. പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾക്ക് ജെന്യുവിനാലിറ്റി ഇല്ലെന്ന് അവന് മനസ്സിലായി. അവനത് റിയാക്ട് ചെയ്തു. അതിലെന്താണ് തെറ്റ്? പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അവൻ റിയാക്ട് ചെയ്തത് നിങ്ങൾ അവനെ കയറി തെറി വിളിച്ചിട്ടാണ്. പിന്നെ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ വിളിച്ചേക്കാട്ടിലും വലിയ തെറി അവന് വിളിക്കാം, പക്ഷെ അവനത് വിളിച്ചില്ല. കാരണം അവന്റെ മാന്യത. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ ഡയറി അല്ലേ അത്? അതിന്റെ അകത്ത് പറയുന്ന കാര്യങ്ങളല്ലേ അവൻ പറയുന്നേ. ഇത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കാര്യമല്ലേ, അല്ലാതെ അവൻ വീട്ടിൽ വന്ന് അന്വേഷിച്ച കാര്യമൊന്നും അല്ല. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.